നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം സമ്പാദ്യമാണ്. എന്താണ് നമ്മുടെ സമ്പാദ്യം? നമ്മൾ വിചാരിക്കുന്ന സമ്പാദ്യം എന്നത് പണം, സ്വത്ത്, പേര്, പെരുമ എന്നിവയാണ്. ഇതിനായി നമ്മൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഇതാണോ നമ്മുടെ ശരിയായ സമ്പാദ്യം? വളരെ പിശുക്കനായ ഒരാളോട് നമ്മൾ പൊതുവെ ചോദിക്കാറില്ലേ, നിങ്ങൾ മരിക്കുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമോ എന്ന്? ഇത് വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. നമ്മൾ മരിക്കുമ്പോൾ ഈ ചേർത്ത് വെച്ച് പണമോ സ്വത്തോ ഒന്നും തന്നെ കൊണ്ടുപോവില്ല. പക്ഷേ കൊണ്ടുപോകുന്നത് ഒരേ ഒരു കാര്യമാണ്, നമ്മൾ ചെയ്ത് പുണ്യവും പാപവും. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പാദ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഒരു കുഞ്ഞ് വളരെ സമ്പന്നമായ വീട്ടിലും മറ്റൊരു കുഞ്ഞ് വളരെ ദാരിദ്ര്യമുള്ള വീട്ടിലും ജനിക്കുന്നത് എന്ന്? അത് തീർച്ചയായും ആ കുഞ്ഞ് ഈ ജന്മത്തിൽ ചെയ്ത പുണ്യപാപത്തിന്റെ ഫലമല്ലല്ലോ. പിന്നെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ കുഞ്ഞ് ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യപാപത്തിന്റെ ഫലം മാത്രമാണ്. ഇതൊക്കെ തെളിയിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും കാരണം നിങ്ങൾ ചെയ്ത പുണ്യവും പാപവുമാണ്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? നിങ്ങൾ പ്രായമുള്ള ആളുകൾ പറയുന്നത് കേൾക്കാറില്ലേ, നല്ലത് ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, എല്ലാവരോടും സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കണം, നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഒരു ഭാഗം മറ്റുള്ളവർക്കും കൊടുക്കണം എന്നൊക്കെ. ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട്, എന്തെങ്കിലും കൊടുത്താൽ അത് തിരിച്ചു കിട്ടും. മനുഷ്യജന്മം ഒരു ബൂമറാങ്ങി പോലെയാണ്. അതുകൊണ്ടാണ് പ്രായമായവർ പറയുന്നത്, ആരെയും ശല്യപ്പെടുത്തരുത്, ആർക്കും ദോഷം വരുന്നത് ചെയ്യരുത്, ആരെയും കളിയാക്കരുത്, സ്വാർത്ഥൻ ആവരുത് എന്നൊക്കെ. കാരണം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം പാപം ചെയ്യുന്നത് നല്ലതല്ല എന്ന്. അത് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കണം. നിർഭാഗ്യവശാൽ ഇത് എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. പാപങ്ങൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അവർ വിചാരിക്കും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറം ലോകത്താണ് ഉള്ളതെന്ന്. പ്രിയപ്പെട്ടവർ മരിക്കുന്നതും ബില്ലടുക്കാൻ കഴിയാത്തതും എന്നൊക്കെ പ്രശ്നങ്ങളെന്ന്. പക്ഷേ ഇവിടുത്തെ ശരിയായ പ്രശ്നം അവർ ചേർത്ത് വെച്ച പാപങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പുണ്യത്തെക്കുറിച്ച് സംസാരിക്കാം. മനുഷ്യർക്ക് ശരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. അവർ വിചാരിക്കും തൻ്റെ മക്കളെയും ഭാര്യയും നന്നായി നോക്കി സംരക്ഷിക്കുന്നതാണ് പുണ്യമെന്ന്. പക്ഷേ ഇതിൽ കുറച്ച് സ്വാർത്ഥതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും, അതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. പക്ഷേ ശരിയായ പുണ്യം എന്നത് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരാൾക്കോ സഹായം ചെയ്യുന്നത്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, സംഭാവന നൽകുന്നത്, സന്യാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നത്, ഇതൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കണം. കൊടുത്താൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മൾ തിരിച്ചു കിട്ടുന്നത് കുറിച്ച് ആലോചിക്കേണ്ടതില്ല. നമ്മൾ പുണ്യകാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം.
ഞാനിത് പറയുന്നതിന് കാരണം ഞാനും അതേപോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് പുണ്യം ചെയ്യേണ്ടത് എന്ന് ഞാൻ പഠിച്ചു. അതെൻ്റെ ജീവിതം തന്നെ മാറ്റി. ഞാൻ പാപങ്ങൾ ചെയ്യാതെ പരമാവധി പുണ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ പുണ്യം എനിക്ക് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ സഹായിച്ചു. നല്ല ജീവിതം, പണം എല്ലാം ഉണ്ടാക്കാൻ പുണ്യം വേണമെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടാൻ എത്രമാത്രം പുണ്യം വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്ത് ഒരുപാട് പുണ്യം നമ്മൾ നേടണം. സ്വത്തും പണവും പേരും പെരുമയും സമ്പാദിച്ചത് മതിയാക്കി അതിലും അമൂല്യമായത് സമ്പാദിക്കാൻ ശ്രമിക്കൂ. അതിലൂടെ പരമമായ സന്തോഷത്തെ അനുഭവിക്കൂ. നന്ദി, നമസ്കാരം.